പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SLC എക്സാമിനേഷൻ മാർച്ച് 2026 അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ആദ്യം ആയിട്ടാണ് ഈ ചാനലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കഴിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? അജിബ് അനിൽ അസ്ഇലയിൽ കമ്മിൽ ബിൽ മുനാസിബ് മിനൽ ഹിലാലൈൻ, ബ്രാക്കറ്റിന് ശരിയായത് എടുത്തുക എന്നാണ്. അക്കലൽ വലതു അൽ മൗസ്, കുട്ടി പഴം തിന്നു. അപ്പോൾ മൗസിൻ്റെ ഞാഴത്ത് എഴുതണം. മൗസായാണെങ്കിൽ അത്വാസജ, ഇതാണ് ഉത്തരം വരിക അല്ലേ. കാലത്തിൽ ബിന്തു, കുട്ടി പറഞ്ഞു, ലീ സ്വദീഖത്താനി, എനിക്ക് 2 കൂട്ടുകാരികളുണ്ട്, 2 പേരാണ്, 2 ഗേൾസാണ്. മഹബൂബാനി, മഹബൂബത്താനി, മഹബൂബത്തൻ. സദീഖത്താനി പോലെയുള്ള വാക്കേതാ? മഹബൂബത്താനിയാണ് ശരിയാവുക. ഡാഷ് തക്തുബാനി അദ്ദറസ്, നിങ്ങൾ 2 പേർ പുസ്തകം എഴുതുന്നതാണ്, നിങ്ങൾ 2 പേർ പാഠം എഴുതുന്നു. അപ്പോൾ നിങ്ങൾ 2 പേർ എന്ന് പറയാൻ അൻതുമയാണ് വയ്ക്കേണ്ടത്. നാലാമത്തെ സിൽബിൽ മുനാസിബായിരുന്നു. അഗാനി റുആത്ത്, ആ പദ്യം എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ജമാലി ത്വബിയ, പ്രകൃതി ഭംഗിയെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്യണം, വരച്ച് ചേർക്കണം, അല്ലെങ്കിൽ നേരെ എഴുതണം. ഇലൈക അഹിന്നു എന്ന പാഠഭാഗം രാഷ്ട്രസ്നേഹം, ഹുബ്ബുൽ വത്തനെ കുറിച്ചാണ്. അതിലിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ സെഷനിൽ ഉക്തുബുൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തുള്ളതുപോലെ സെൻറ്റൻസ് എഴുതാൻ. അൽ മുക്കാവിലു മുജ്തഹിദുൻ, എന്താണ്? ഏജൻറ്റ് പരിശ്രമശാലിയാണ്. അപ്പോൾ കാന വെച്ച് പറഞ്ഞപ്പോൾ കാനൽ മുക്കാവിലു മുജ്തഹിദൻ എന്നായി. അപ്പോൾ മുജ്തഹിദ് മുജ്തഹിദൻ എന്നായി. അതുപോലെ ആ തൊക്കസു മുഅ്തദിലുൻ, അപ്പോൾ എന്ത് വരും? ഇവിടെ ലൈസ് വെക്കണം. അപ്പോൾ ലൈസ തൊക്കസു മുഅ്തദിലൻ, മുജ്തഹിദൻ പോലെ മുഅ്തദിലൻ എന്ന് എഴുതണം. ലൈസ തൊക്കസു മുഅ്തദിലൻ. ഈ ഫതഹ് തൻവീനിട്ട് എഴുതിയാൽ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അൽ ഉമ്മു മസ്റൂറത്തുൻ, സ്വാറയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മയായതുകൊണ്ട് സ്വാറത്ത് എന്നാവും. സ്വാറത്തിൽ ഉമ്മു മസ്റൂറത്തൻ എന്നെഴുതണം. തെൻ എന്ന് എഴുതണം, 4 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അടുത്തത് കമ്മിലിൽ ജദുവൽ, ഈ പൂർത്തിയാക്കുക. ഇതിൽ ബി ക്വസ്റ്റ്യൻ. ജാലിസുൻ, ജാലിസാനി, ജാലിസൂന, ജാലിസത്തുൻ, ജാലിസത്താനി, ജാലിസാത്തുൻ. പഠിച്ചതാണ് നമ്മൾ അല്ലേ. 6 ഇഷ്തദ്ദൽ മത്തറു വ ഫാലൻ നഹർ, എന്ത് ചെയ്തു? മഴ പെയ്തു, വെള്ളം കയറി. ഫീ കറിയത്തേക്ക്, നിൻ്റെ വീട്ടിൽ, ഗ്രാമത്തിൽ. ആയദ്ദ തഹദീറൻ ലി സുക്കാനി കറിയത്തേക്ക്, നിൻ്റെ നാട്ടിലുള്ളവർക്ക് എന്താണ്? നീ ഒരു തഹദീർ ഉണ്ടാക്കി കൊടുക്കണം. അതായത് മുന്നറിയിപ്പ് എങ്ങനെ കൊടുക്കും? നമ്മൾ മുന്നറിയിപ്പ് എങ്ങനെ കൊടുത്ത് പഠിച്ചത്? നമുക്കത് എങ്ങനെ കൊടുക്കാം? അതുണ്ടാവും. തുവജ്ജിഹുൽ ഹുക്കൂമത്തു ഇലാ സുക്കാനി അൽ മനാത്തിക്ക് സിയാഹിയ എന്നുള്ളവിടെ എന്ത് കൊടുക്കണം? ഇലാ സുക്കാനി കറിയ ഉണ്ടാവും. അപ്പോൾ ഇലാ സുക്കാനിൽ കറിയത്തി തഹദീറൻ മിൻ ഹുത്തൂലി അംതാരിൻ ഷദീദ, ഗസീറ പോലെ ഷദീദ എന്ന് പറയാം. വദാലിക മിൻ ബിബ്തിദാ മിൻ മസാഇൽ യൗം വനർജു മിനൽ ജമീ അഹ്ദുൽ ഖീത. ഇതാണ് ഉത്തരമാറ്റി എഴുതേണ്ടത്. എങ്ങനെ ഇതാ? അൽ മനാത്തിക് സാഹിലിയ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം? അൽ കറിയ എന്നാക്കണം. അത്രേ അതിൽ മാറ്റം വരുത്തേണ്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തതോ 7 അൽ ബാബു അൽ മസ്ജിദ്, എന്തായി? ബാബുൽ മസ്ജിദി, മുദാഫ് മുദാഫിലേഹി. അപ്പോൾ ഇവിടെ അൽ ഖുർഫത്തു അദ്ദാർ എന്താകും? ഇതിൻ്റെ അലിഫ്ലാം ഒഴിവാക്കുക. ഉർഫത്തു അദ്ദാറു എന്നുള്ളത് അദ്ദാരി എന്നാക്കുക. അപ്പോൾ ഉർഫത്തു ദാരി എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അൽ കലമു അൽ മുദരിസു എന്താവും? കലമുൽ മുദരിസി എന്നാകും. ബി എന്താണ്? ലായ് ശാന്ത മക്കാന ഷാക്കിർ, ഇവിടെ ഈ ശാന്തിയുടെ സ്ഥലത്ത് ശാന്ത വെക്കണം. ഷാക്കിറിൻ്റെ സ്ഥലത്ത് ശാന്ത എന്ന വാക്ക് വെക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? ശാന്ത. റിയാലിയുൻ എന്താകും? റിയാലിയത്തുൻ എന്നാകും. മുജ്തഹിദുൻ എന്താകും? മുജ്തഹിദത്തുൻ. പിന്നെ യതദറബു എന്താകും? യാ മാറ്റി താ കൊടുക്കണം. തതദറബു കുല്ല യൗമിൻ. 4 എന്താകും? ഗേളായതുകൊണ്ട് നാലത്ത്. മിതാലിയത്തൻ ദഹബിയത്തൻ ഫിൽ മുസാബഖ, അത്രേ ഉള്ളൂ. അപ്പം നാലത്ത്, തതദറബു, മുജ്തഹിദത്തുൻ, റിയാലിയത്തുൻ, ശാന്ത, ഇത്രയും മാറ്റമാണ് വരുത്തേണ്ടത്. മൂന്നാമത്തെ അജിബൻ സിത്തത്തെ അസീല, 6 ഉത്തരം എഴുതുക. അക്മിലിൽ ഫഖറ ബി സീഗത്തിൽ മുനാസിബ, ബ്രാക്കറ്റിലിട്ടതിൻ്റെ ശരിയായ ഫോം വെക്കാനാണ്. അപ്പോൾ ഡാഷ് അബാദി ബാനു ബീഗം, ഉലിതയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ വരിക? ഉലിദത്ത് അബാനു ബീഗം
1850. ഹിയ വാലിദത്തു മൗലാന മുഹമ്മദ് അലി വ ഷൗക്കത്ത് അലി. പിന്നെ ഹുമാ എന്നാണ്. ഇപ്പോൾ ഇഷ്തറക്കയാണ് ഇവിടെ ഉള്ളത്, രണ്ടുപേരുണ്ട്. അപ്പോൾ ഇഷ്തറക്കാന്ന് എഴുതണം. ഈ ക ഒന്ന് നീട്ടണം, കാന്ന് എഴുതണം. ഫി ഹർക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദ് വഹും എന്നുള്ളവിടെ കദ്ദമയാണുള്ളത്. അപ്പോൾ കദ്ദമൂ എന്ന് എഴുതണം. കദ്ദമൂ എന്ന് എഴുതിയിട്ട് ഹയാത്തഹും ലിൽ വത്തൻ, അങ്ങനെയാണ് ഉത്തരം കൊടുക്കുക. ഇനി 9-ാമത്തേതിൽ ഈ ബൈത്ത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ലക്കത് ജഇനാ ദുനിയ മഅൻലിന ഐഷ ഇഖ്വാന, നമ്മൾ ഈ ഭൂമിയിലേക്ക് സഹോദരന്മാരെ പോലെ ജീവിക്കാനാണ് വന്നത്. വനസഅദു ബിൽ ഹയാ, ജീവിതം കൊണ്ട് ഹാപ്പിയാകണം സ്നേഹത്തോടെ. വലൗ ഷൈന ഹൽന ജന്നത്തുൽ ഫിർദൗസ് ദുനിയ, നമ്മൾ വിചാരിച്ച നമുക്ക് നമ്മുടെ ഭൂമിയിൽ തന്നെ സ്വർഗം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കേട്ടോ. ഇപ്പോൾ ചോദ്യം കൈഫ നസഅദു ബിൽ ഹയാത്ത്, ഈസിയാണ്. അപ്പോൾ ഇത് തന്നെ നസഅദു ബിൽ ഹയാത്തി മഅൻ അഹിബ അൻവാഅവാന, ഇത് ഉത്തരം എഴുതാം. ലിമാദ ജൈന ഇല ദുനിയ, നമ്മൾ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ലക്കത് ജൈന ഇല ദുനിയ മഅൻ ലിനായി ഷെയ്ഖുവാന, ഈ എഴുതി വയ്ക്കുക. സിമ്പിൾ അല്ലേ? തുഷീറു ഹാദിഹിൽ അബയാത്ത്, ഈ ആയത്ത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇലൽ ഇൻസാനിയ അല്ലേ, അല്ലെങ്കിൽ അൽ ഉഖൂവ, ഇൻസാനിയ മനുഷ്യത്വം, അൽ ഉഖൂവ സാഹോദര്യം, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അടുത്തത് ഇഖ്റൽ ഫിക്ര വൻഷ്യ മിൻഹ സലാസ അസ്ഇല, പാരഗ്രാഫ് വായിച്ച് 3 ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വുലിദ മുഹമ്മദ് ഹറാവി ഫി മിസർ, മുഹമ്മദ് ഹറാവി മിസറിൽ ജനിച്ചു 1885. അപ്പോൾ എന്ത് ചോദ്യം വരും? മൻ വെച്ച് ചോദ്യം ഉണ്ടാക്കാം നമുക്ക്. മൻ മുഹമ്മദ്, മൻ വെച്ച് ചോദ്യം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ മത്ത വെച്ച് ഐന വെച്ച് ചോദ്യം ഉണ്ടാക്കാം. ഐന വുലിദ മുഹമ്മദുൽ ഹറാവി, ഒരു ചോദ്യമായി കേട്ടോ. ഇനി വർഷ ഉത്തരം വരണമെങ്കിൽ മത്താ വുലിദ മുഹമ്മദുൽ ഹറാവി. പിന്നെ ദറസഫി മദാരിസ് കാഹിറത്തി, കെയ്റോയിൽ സ്കൂളുകളിൽ പഠിച്ചു. അപ്പോൾ ഐന ദറസ ചോദ്യം, 3-ാമത്തെ ചോദ്യം. അമില മുഅല്ലഫൻ ഫി ദാറുൽ കുത്തുബിൽ മിസ്രിയ, ആ ദാറുൽ കുത്തുബിൽ മിസ്രിയിൽ അദ്ദേഹം ജോലിക്കാരനായിരുന്നു അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം ഐന അമില, എവിടെയാണ് വർക്ക് ചെയ്തത്? ഒമിൻ മുഅല്ലഫാത്തിഹി സമീറു തിഫിൽ, അദ്ദേഹത്തിൻ്റെ രചനയാണെന്ത്? സമീറു തിഫിൽ. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? മാ മുഅല്ലഫാത്തുഹു. കുറേ ചോദ്യങ്ങൾ, ഏത് വേണമെങ്കിൽ എഴുതിയാലും 3 എഴുതിയാൽ മതി ആകെ. തൂഫിയ ഷായർ 1939 അദ്ദേഹം മരിച്ചു. അപ്പോൾ ഐന അല്ലെങ്കിൽ മത്താ തൂഫിയ, മത്താ തൂഫിയ. ഓക്കെ. 10-ാമത്തെ റത്തിബിൽ ഹിക്കായ സഹിഹ, ഇത് എന്താണ്? കഥ ഓർഡറിലാക്കാനാണ്. ഇത് നമ്മുടെ ഈ ഉമർ റളിയല്ലാഹു അൻഹുയുടെ കഥയാണ് അല്ലേ. അപ്പോൾ ആദ്യം അതിൽ ഏതാ വരിക? ഇതാണ് വരിക. യൗമൻ വസല റസൂലു കിസ്റ, ആദ്യം അയാൾ മദീനയിലേക്ക് വന്നു, എന്നിട്ട് സഅല റസൂലു കിസ്റ അന്നാസ്, ജനങ്ങളോട് അതിന് എന്താണ് ഖസറിലെ ആളുകളെ എന്താണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പം എന്താണ്? തജവ്വല ഫിൽ മദീന, അദ്ദേഹം എന്താണ് അവിടെ, ഇതാണ് 3-ാമത് വരിക. അദ്ദേഹം മദീനയിൽ ചുറ്റിക്കറങ്ങി അവസാനം ഒരു വീട്ടിന് മുമ്പിലെത്തി. അപ്പം എന്താ സംഭവിച്ചത്? അൽ ഖലീഫ നായിമത്തൻ തഹത്ത ഷജറ, മരത്തിൻ്റെ കീഴ് അദ്ദേഹം കിടക്കുന്നത് കണ്ടു. പിന്നെ ദൈഷ കസൂൽ ഇസ്ര ഇന്ദമാ റഅ ഉമർ അള്ളാഹുൻ ദൂന ഹുറാസിൻ, ഒരു ഭടന്മാരൊന്നുമില്ലാതെ അദ്ദേഹം കിടന്നപ്പോൾ. ഇതാണ് പിന്നെ അടുത്ത സെൻറ്റൻസ് വരിക. അവസാന സെൻറ്റൻസ് ഇത് വരും. ഒന്നും കൂടി പറയാം. 1 2 അല്ല 1 ഇത് 2 ഇത് 3 ഇത് പിന്നെ 4 ഇത് പിന്നെ 5 ഇത് 6 ഇത്, ആ ഓർഡറിലാണ് എഴുതേണ്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ഹവിലൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ സെൻറ്റൻസ് മാറ്റാനാണ്. നാമത്തിഫിലു ഹാദി അൻ, ഇവിടെ എന്തായി? യനാമൂന്നായി. അപ്പം നാമയുടെ മുളാരി എഴുതാനാണ്. അപ്പം ദറസത്ത് ഫാത്തിമ ബിജിദ്ദീൻ, ദറസത്ത് എന്താകും? മുളാരി ആക്കണം. തത് റുസു എന്നാണ്. എന്താണ്? തത് റുസു ആണ് എഴുതേണ്ടത്. അൽ ഉമ്മഹാത്തു തബഖിന എന്നാണ്. തബഖിന, അപ്പോൾ ഉമ്മമാർ കുക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ യത്ത് ബഖിന എന്നാണ്. എന്താണ്? തത്ബഹു തത്ബഹാനി യത്ത് ബഖിന എന്നാണ്. ഇവിടെ യാ ചേർത്താൽ മതി. അൽ ഔലാദു ലഇബു എന്നാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി ലഇബു എന്താക്കണം? യൽ അബൂന എന്നാക്കണം. അൽ ഔലാദു യൽ അബൂന ഫിൽ മൈദാൻ, അങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. അടുത്തത് ഉൻതിബുഖ അമ്മുക്ക ഫിൽ ഇന്തിഖാബാത്തിൽ മഹല്ലിയ, നിൻ്റെ അങ്കിള് പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചു, അദ്ദേഹത്തിന് ഒരു അഭിനന്ദിക്കാൻ വേണ്ടി ഒരു റിസാല ഖസീറ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിസാല ഖസീറ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് നോക്കാം. അപ്പോൾ അത്
അപ്പോൾ നമുക്കത് എഴുതേണ്ടത് ഇങ്ങനെയാണ്: അഹി അൽ അസീസ് അല്ലെങ്കിൽ അമ്മി അൽ അസീസ് അല്ലെങ്കിൽ അമ്മി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. എന്നിട്ട് അലിം തു അഖ്ബാറക്, താങ്കളുടെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. അന മസ്റൂറുൻ ജിദ്ദൻ, എന്താണ് വളരെ സന്തോഷമുണ്ട്. അജ്മല തഹാനി അജ്മല തബ്രീക്കാത്ത്, ബെസ്റ്റ് വിഷസ്. പിന്നെ അന അഫ്തഖിറു ബിക് എന്നൊക്കെ പറയാം, ഞാൻ തങ്ങളുടെ അഭിമാനം കൊള്ളുന്നു. മബ്റൂഖ് അൽഫ് മബ്റൂഖ് അല്ലേ. മാഅത്തിയ ബി തമന്നിയാത്ത് ഇസ്മും കൂടി എഴുതാം. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മബ്റൂഖ് അൽഫ് മബ്റൂഖ് എന്ന് എഴുതിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ, പേടിക്കണ്ട. ഇനി അടുത്തത് ഇദ്ദ സലാസ ഹുതാഫാത്തിൻ ലിദ്ദൽ മുഖദ്ദിറാത്ത്. എന്ത് ചെയ്യണം? മയക്കുമരുന്നിനെതിരെ അതുപോലെ മദ്യത്തിനെതിരെ 3 മുദ്രാവാക്യം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് ലാ ലിൽ മുഖദ്ദിറാത്ത്, നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ലാ ലിൽ മുഖദ്ദിറാത്ത് ഒരു മുദ്രാവാക്യം. പിന്നെ അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എന്നാണ് മദ്യം തിന്മകളുടെ മാതാവ്. പിന്നെ ലാ ലിൽ ഖംർ, മദ്യത്തിലേക്കില്ല. നോ ടു ഡ്രഗ്, നോ ടു ഡ്രിങ്ക്സ്, അങ്ങനെ എഴുതാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇനി 13 കമലുൽ ഫഖർ ബിൽ മുനാസബത്തി മിനൽ ഹിലാലൈ. ഇതിൽ അനുയോജ്യമായ ലൻ അൻ കൈ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അസിഹത്തു നിഅമത്തു മിനല്ലാ, ആരോഗ്യം നിങ്ങളുടെ അനുഗ്രഹമാണ്. യജിബു അലൈന, അനിവാര്യമാണ്. എന്ത്? അന്നുദാവിമ, നമ്മൾ സ്ഥിരമാക്കണം. അല റിയാദൽ ബദനിയ, എക്സസൈസ്. എന്തിനു വേണ്ടിയാ? കൈ നുഹാഫില, സംരക്ഷിക്കുവാൻ. അപ്പോൾ കൈ ഇവിടെ വരണം. അലസിഹ, ആരോഗ്യം സംരക്ഷിക്കുവാൻ. ലൻ യൻജഹൽ കസ്ലാൻ, മടിയൻ വിജയിക്കുകയില്ല. ഫിൽ ഹയാത്ത്. അപ്പോൾ അന്നിവിടെ, കൈ ഇവിടെ, ലന്നിവിടെ. ഓക്കെ അല്ലേ? ഇനി 14 അഇദ തർജമത ഷായർ അബുൽ ഖാസിം ഷാബി. അബുൽ ഖാസിം ഷാബിയുടെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഹുവ അബുൽ ഖാസിം ഷാബി അല്ലെങ്കിൽ ഹുവ അബുൽ ഖാസിം ഷാബി എന്ന് എഴുതുക ആദ്യം. പിന്നെ ആദ്യത്തേതിൻ്റെ ഹെഡിങ് വേണം കൊടുക്കാം കേട്ടോ. അബുൽ ഖാസിം ഷാബി എന്നൊരു ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഹുവ അബുൽ ഖാസിം ഷാബി അൽ വിലാദ ബി തൂൻസ് എന്നുള്ളവിടെ വുലിദ ബി തൂൻസ് സനത്ത ഇങ്ങനെ എഴുതുക. എങ്ങനെ എഴുതണം? വുലിദ ബി തൂൻസ് 1999. ഈ ദറാസ മാറ്റിയിട്ട് എന്താക്കുക? ദറസ ഫി കുല്ലിയത്തിൽ ഹുക്കൂക്ക് തുൻസിയ, രണ്ടാമത്തെ സെൻറ്റൻസ്. പിന്നെ എന്താ? ദീവാനുഹു അഗാനിൽ ഹയാത്സ് അല്ലേ, അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ വഫാത്ത് മാറ്റിയിട്ട് എന്താക്കുക? തുവുഫിയ ഫി സനത്ത് 1934. ഇത് ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ടാണ്. ഇതിലും വിശാലമായിട്ട് എഴുതിയാൽ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, കദ്ദമ ബർഷ്യം ഇല തമ്പേരിൽ തൊം അനത്തിഹി. തമ്പേരി ബർഷ്യം തമ്പേരിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു അല്ലേ. അപ്പോൾ അവർ തമ്മിൽ ഹിവാർ നടന്നു. ആ ഹിവാർ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ്? വേണ്ട, ബർഷ്യം വന്നത് പറയുന്നത്, ബർഷ്യം മസാ അൽ ഖൈർ മസാ നൂർ ലിമ അൻത ഹസീനു യാ സ്വദീഖ്, എന്താ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പോൾ തമ്പേരി പറയും, ഞാനും മത്സരത്തിൽ പങ്കെടുക്കണില്ല. അപ്പോൾ മാതാ അസാബക്ക് എന്ത് പറ്റി? അൽ ഇസാബ ഫി റിജാലി, എൻ്റെ കാലിന് പരിക്ക് പറ്റി. ലാ തഹ്സൻ അന ഉസായിദുക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. ശുക്രൻ അഫ്വാൻ, അങ്ങനെ എഴുതാം കേട്ടോ. ഇനി 15 അഇദ മുദക്കിറാൻ ജമാലിൽ കറിയ, ഗ്രാമഭംഗിയെക്കുറിച്ച് എന്ത് ചെയ്യാൻ? കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതും വളരെ സിമ്പിളായിരുന്നു. നമ്മൾ പഠിച്ചിട്ട് പോയതാണെങ്കിൽ സിമ്പിളായിരുന്നു. നമ്മളത് എഴുതാൻ കറിയത്തി എന്താണ് ജമീലത്തുൻ എന്ന് പറഞ്ഞിട്ട് എഴുതൂലേ. ഇതാ കറിയത്തി ജമീലത്തുൻ വഹാദിയത്തുൻ ഫീഹ ഹുക്കൂലുൻ ഖദറാ വാഷ്ജാറുൻ കസീറ അല്ലെ, ധാരാളം മലകളും മരങ്ങളും വയലുകളുമുണ്ട്. യജ്രി നെഹ്റും ഫി ജാനിബി കറിയത്തിന്, നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്നു. വയ്യദ് ഹബുൽ ഫല്ലാഹൂന ഇലൽ ഹുക്കൂലിലേക്ക് ജനങ്ങൾ മടങ്ങുന്നു. വയർജൌന ഫിൽ മസ, വൈകിട്ട് മടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ്. ഇനി ലാഹിദൽ ജദുവൽ വാജിബ് അനിൽ അസ്ഇല, ഈ ജദുവൽ നോക്കിയിട്ട് ഉത്തരം കൊടുക്കുക. അപ്പം പേര്, ജനനം, അവരുടെ മേഖല. കമല സുറയ്യ കേരളത്തിൽ ജനിച്ചു, അവരുടെ മേഖല അദബാണ് കേട്ടോ. അദീബ സാഹിത്യകാരി. മലാല യൂസഫ് സായി പാകിസ്ഥാൻ നാഷിദ തർബവിയാണ്, അവർ വിദ്യാഭ്യാസ പ്രവർത്തകയാണ്. കൽപ്പന ചൗള ഹരിയാനയിൽ ജനിച്ചു, റായിദത്തുൽ ഫലാഹാണ്. അപ്പോൾ ചോദ്യം എന്താണ്? ഫി ഐന ഉലിത കമലാ സുറയ്യ, കമലാ സുറയ്യ എവിടെ ജനിച്ചു? ഫി കൈരൾ, അതാണ് ഉത്തരം വരിക. ഫി ഐ മജാലിൻ ഇഷ്തഹറ കൽപ്പന ചൗള, കൽപ്പന ചൗളയുടെ മേഖല ഏതാണ്? കൽപ്പന ചൗള റായിദത്തുൽ ഫലാ. പിന്നെ മത്താ ഉലിത ഫി മലിലതി ഉലിദത് ഫി വിലായത്തിന്, നമ്മുടെ നാട്ടിൽ ജനിച്ച ഇതാരാണ്? കമലാ സുറയ്യ അല്ലേ.
മാ ജിൻസിയത്തു മലാല യൂസഫ് സായ്. യൂസഫ് സായിയുടെ ജന്മദേശം ഏതാണ്? ഫി പാകിസ്ഥാൻ. അപ്പോൾ എത്രയാണ് ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ മക്കൾ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റായി കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.